ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വീഡിയോസിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ ഒരു തയ്ക്കുന്ന വീട്, കോഴി ഒന്നും സമ്മതിക്കത്തില്ല, നാട്ടുകാരുടെ കോഴിയാ, പക്ഷെ എനിക്ക് ശല്യം മൊത്തം. അപ്പൊ ഞാൻ ഇന്ന് എന്റെ കയ്യില് ഇതാണ്ട് ഒരു വെൽവെറ്റിന്റെ തുണി ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ലൈനിങ് ഒന്നും ഞാൻ ഇടുന്നില്ല, ഇത് കുഞ്ഞു കുട്ടികൾക്കായിട്ടാണ്. ഇപ്പൊ ഈ വെൽവെറ്റിന്റെ തുണിയും അതിന്റെ കൂടെ ലൈനിങ്ങും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഒത്തിരി ടൈറ്റായിട്ട് ഫീൽ ചെയ്യും, കട്ടി കൂടുതലായിട്ട് വരും. അപ്പൊ അവർക്ക് എപ്പോഴും സോഫ്റ്റ് അല്ലേ. പക്ഷെ ഇതൊരു കുട്ടികൾക്കല്ല തയ്ക്കുന്നത്, എനിക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തയ്ക്കുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ ഞാനിത് കട്ട് ചെയ്യുന്നത് ഞാൻ ടേപ്പ് വെച്ച് അളന്നോ ഒന്നും അല്ല കേട്ടോ. ഞാനിത് എൻ്റെ ഒരു ഭാവനയിൽ, ഒരു കുഞ്ഞ് ഇത്രയും കാണും, ആ കുഞ്ഞിന്റെ അളവ് ഇത്രയും വെച്ചിട്ട് ആ ഒരു ഭാവനയിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കട്ടിങ് തയ്യലും എല്ലാം കാണാം. വായ നമുക്കിത് കട്ട് ചെയ്യാം. പാവാടയ്ക്ക് വേണ്ടിയിട്ട് മടക്കി അടിച്ച് വെച്ചിരുന്നായിരുന്നു. ഇപ്പൊ വെൽവെറ്റ് ഒക്കെ ഇത്തിരി അടിച്ചെടുക്കാൻ ഇത്തിരി പാടാണ്. മിഷ്യന്റെ ഉള്ള സ്റ്റാമിന എല്ലാം നഷ്ടപ്പെടും. നിങ്ങൾ നോക്കിക്കോണം, ഞാൻ ഒരു ടേപ്പോ മറ്റൊന്നും വെച്ചല്ല ഇത് അളക്കുന്നത്. ഞാൻ എൻ്റെ നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലായിരുന്നു, അപ്പൊ അതിന്റെ ഒരു ഏകദേശ ധാരണ വെച്ച് എല്ലാവർക്കും ഇത് അളവാവണമെന്നില്ല. ഞാൻ ആർക്കും ആയിട്ട് തയ്ക്കുമല്ല കേട്ടോ. നമ്മുടെ താഴത്തെ ഭാഗമാണ് ഈ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഒരു വയസ്സിനൊക്കെ ഇടാം കേട്ടോ. താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റിയതേ ഉള്ളൂ. ഇനി നമുക്ക് ബോഡി കട്ട് ചെയ്യണം. ഞാൻ ടേപ്പോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമുക്ക് മുകളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. എന്റെ സാങ്കല്പത്തിലുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് എങ്ങനെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പം കുഞ്ഞ് മോൾക്ക് വേണ്ടിയിട്ട് കഴുത്ത് കട്ട് ചെയ്തു. ഞാൻ ഒരളവും എടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള ഡ്രസ്സാണ്. ഞാൻ അളവൊന്നും എടുക്കുന്നില്ല, നിങ്ങളത് സൂക്ഷിച്ചു നോക്കിക്ക്. പിന്നല്ലെങ്കിൽ ഞാൻ തയ്യൽ പഠിച്ചിട്ട് കളത്തരം കാണിക്കുകയാണ് ആർക്കെങ്കിലും തോന്നിയാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഇതിനൊക്കെ കുറച്ച് ബുദ്ധിയോ ബോധോ നമുക്ക് ചെയ്യാം എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും. ഒരു മോൾക്ക് വേണ്ടിയിട്ടുള്ള, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ഒരു മോൾക്ക് വേണ്ടിയിട്ടുള്ള, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ടുള്ള ബോഡി, പിന്നെ താഴത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. താഴത്തെ പോർഷനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് തയ്ക്കാൻ പോകുന്ന കുട്ടി ഫ്രോക്ക്. കൈയൊന്നും നമ്മൾ വെക്കുന്നില്ല, സ്ലീവ്ലെസ് ആണ്. ഇനി ബാക്കിലൊരു കെട്ട് വേണ്ടേ കുഞ്ഞുമോൾക്ക്, കെട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്യാം, കുഞ്ഞിനെ ഡിസ്റ്റർബ്. അപ്പൊ ഞാനിത് വെട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ടേപ്പ് കൊണ്ട് അളന്നോ വരച്ചോ കുറിച്ചോ ഒന്നുമല്ല ഞാനിത് വെട്ടിയത്. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഒരു വയസ്സുള്ള ഒരു കുട്ടി ഇത്ര ഉണ്ടായിരിക്കും, പല വെയിറ്റ് ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതില് എത്ര കുട്ടി ഉണ്ടാവും അത് വെച്ചിട്ടാണ് ഞാനിത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതില് ഞാൻ വെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സിമ്പിൾ ഫ്രോക്കായിട്ട് തയ്ച്ചെടുക്കാം. സ്ലീവ്ലെസ് ഫ്രോക്കാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് ആയതുകൊണ്ട് സിബ് വെക്കൂല കേട്ടോ, ഹൂക്കേ വെക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും കൂടി ഷോൾഡർ തമ്മിൽ ആദ്യം ജോയിൻ ചെയ്തെടുക്കണേ. ഇത് രണ്ടും കൂടെ ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ഇനി നമുക്കൊരു പീസ് എടുത്ത് വെച്ചിട്ട് ആ കഴുത്തിന്റെ ബാക്ക് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഷോൾഡർ രണ്ടും ജോയിന്റ് ചെയ്തതിന് ശേഷം കഴുത്തിന്റെ ബാക്ക് ഹൂക്ക് വെക്കുന്ന ഭാഗം നമുക്ക് നേരെയാക്കിയെടുക്കാം. അപ്പൊ തൽക്കാലം റെഡിട്ട് അടിക്കാം. ആദ്യം നമ്മൾ ഈ ഹൂക്ക് വെക്കാനുള്ള ഈ സംഭവമുണ്ടല്ലോ, അത് അടിച്ചൊന്ന് തിരിച്ചു. സിബ് വേണ്ടവർക്ക് സിബ് വെച്ച് കൊടുക്കാം. സിബ് ചില കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? അടിപൊളി നീറ്റായിട്ട് വന്നിട്ടില്ലേ?
ഇവിടെ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം, സിബ് വേണ്ടവർക്ക് കേട്ടോ. പക്ഷെ അപ്പൊ നമ്മുടെ കൈയും കഴുത്തും ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൈയുടെയും കഴുത്തിന്റെയും ഒക്കെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കഴുത്തൊന്ന് ഹെമ്മിങ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ കഴുത്ത് അങ്ങ് നേരെ ഇരുന്നോളൂ. കുഞ്ഞ് റൗണ്ട് കഴുത്ത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. വീട്ടില് ഹൗസ് വൈഫായിട്ടിരിക്കുന്ന കുഞ്ഞമ്മമാർക്കൊക്കെ സ്വന്തം കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ എന്റെ ഭാവനയിലാണ് ചോദിച്ച് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. ഒരു വയസ്സുള്ള കുട്ടിക്ക് എത്ര അളവെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷന് ഇതിന് കെട്ട് വയ്ക്കണ്ടേ. കെട്ട് വയ്ക്കുന്നത് നമ്മൾ സൈഡിലായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. ആ രണ്ട് സൈഡിലായിട്ട് ആ കെട്ട് വെച്ചടിക്കണം. അപ്പോൾ നമുക്ക് ബാക്ക് കെട്ടിന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കാം കേട്ടോ. ഇത് നല്ല വീതി കൂട്ടി അടിക്കണ്ട. നമ്മൾ ചിലതൊക്കെ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വീതി കുറച്ച് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ വീതി കൂട്ടി അടിക്കുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ തയ്യൽ നല്ല ഫിനിഷിങ്ങിൽ അടിക്കണം കേട്ടോ. ഇത് തിരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഒരു പാടുമില്ല. അപ്പോൾ എൻ്റെ കമ്പി താഴെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് താഴെ ഇറങ്ങിപ്പോകാനുള്ള മടിയും കൂടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തിരിച്ചിട്ട് കേട്ടോ. പക്ഷേ എന്ത് കണ്ട് തിരിച്ചിട്ടാലും അതിന് പോരും. നല്ല വീതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങ് പോരും കേട്ടോ. നല്ല രസമാണ് ഈ വെൽവെറ്റിൻ്റെ ഈ സംഭവം വള്ളിയായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മളത് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. രണ്ട് സൈഡും കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ താഴത്തെ പ്ലീറ്റ് മുകളത്തെ ആ ഭാഗവും കൂടി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ പ്ലീറ്റ് അടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പ്ലീറ്റ് കുഞ്ഞു പ്ലീറ്റാണ് കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൻ്റെ സെൻറ്ററൊക്കെ പിടിച്ച് ഒരേപോലെ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്ത് അടിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ രണ്ട് ഭാഗത്തും, അതായത് മുകളിലത്തെ ആ പീസിൻ്റെ ഭാഗവും താഴത്തെ ഭാഗത്തിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ ഇങ്ങനെ എടുക്കണം. സെൻറ്ററുകൾ തമ്മിലെടുത്ത് ഇപ്പം നമ്മൾ അളവെടുക്കാത്തതായതുകൊണ്ട് നമുക്ക് അളവെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഒരേപോലെ ഇങ്ങനെ മടക്കി എടുക്കണം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുക്കണം. കട്ട് ചെയ്ത് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ സെൻറ്റർ അതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മുകളിലത്തെ ഭാഗം എടുത്തിട്ട് ആ മുകളിലത്തെ ഭാഗത്തിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ചെറിയതായിട്ടൊരു കട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വരച്ചാലും മതി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടയാളം അവിടെ റെഡി ആയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചടിക്കണം. അപ്പം ഇതിനകത്ത് ബാൻഡൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ബാൻഡൊക്കെ വേണ്ടുന്നവർക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബാൻഡൊക്കെ വെക്കാം കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിനകത്ത് ബാൻഡൊക്കെ പൊതുവേ കാണുമല്ലോ. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞു പ്ലീറ്റ്, അതായത് നമ്മളെ ആ തയ്യൽ എവിടെ വന്നേക്കുന്നോ അവിടെ വരെ നിൽക്കണം താഴത്തെ പീസിൻ്റെ തയ്യൽ തുമ്പ്. അപ്പം അത് അങ്ങ് വരെ എത്തുന്നത് വരെ ഒന്ന് പിടിച്ച് വെച്ച് നോക്കിയിട്ട് കുഞ്ഞു പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. കുഞ്ഞു പ്ലീറ്റോ വലിയ പ്ലീറ്റോ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാനൊരു വിധം ചെറിയ പ്ലീറ്റാണ് എടുത്ത് കൊടുക്കുന്നത്. ഈ വെൽവെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇടുന്ന ടൈമിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ പിന്നെ ലൈനിങ് വെക്കാഞ്ഞത്. അങ്ങനെ ചെറിയ പ്ലീറ്റൊക്കെ കുഞ്ഞായിട്ട് അടിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുഞ്ഞു ഫ്രോക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇങ്ങനെ വള്ളിയൊക്കെ വെച്ച് ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്കൊരു വിഷമം, എന്തോ പ്ലെയിൻ പോലെ ഇരിക്കുന്ന പോലൊരു ഫീല്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു ബാൻഡ് വെക്കാമെന്ന് വിചാരിച്ചു. ബാൻഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടിയുടെ ഉടുപ്പിൻ്റെ താഴെയായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് കളർ ലേസ് ഇരിപ്പുണ്ടായിരുന്നു. ആ ലേസ് എടുത്തിട്ട് ഞാൻ എൻ്റെ നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് കാറ്റടിച്ചിട്ടാണ് ഈ നൂല് പൊട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ബാൻഡൊക്കെ വെച്ച് സെറ്റാക്കി എൻ്റെ കുഞ്ഞു ഫ്രോക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം. ഈ കളറ് ഈ ഫോണിൽ കാണുന്ന കണക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നല്ലൊരു കളർ വെൽവെറ്റ് തുണിയാണ് കേട്ടോ. കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു തുണിയാണ്. പക്ഷേ ഇതും കൂടി ഈ ബെൽറ്റും കൂടിയൊക്കെ വെച്ച് ആ ബാൻഡ് ഇങ്ങനെ വെച്ചിട്ടപ്പോഴേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ്, എൻ്റെ മോള് കുറച്ച് വലുതായിപ്പോയി. പിന്നെ മോനാണെങ്കിൽ മോനായതുകൊണ്ട് മോനും ഇടാൻ പറ്റില്ല. ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളെ എനിക്കറിയില്ല എന്ന് തോന്നുന്നു. ആർക്ക് കൊടുക്കും, എന്ത് ചെയ്യും. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു കുട്ടിയെ കണ്ടെത്തുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലേ. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ ആ കെട്ടൊക്കെ വെച്ചിട്ട് എന്താ അതിന് ഭംഗിയില്ലേ. ഞാനിതൊക്കെ ഓൺ വോയിസ് കൊടുത്ത് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ഓൺ വോയിസ് ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ വോയിസ് ഞാൻ വീണ്ടും എടുത്ത് കേട്ട് നോക്കിയപ്പോൾ ഫാനിൻ്റെ കാറ്റിൻ്റെ സൗണ്ട്, താഴെ പശു കരയുന്ന സൗണ്ട്, പിന്നെ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ അയലത്തെ വീട്ടിലെ കോഴികൾ ഇടുന്ന് ഭയങ്കര ബഹളം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മാറ്റി ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.